അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടോ. ഓപ്പണായില്ല, ജസ്റ്റ് ഞാൻ ഈ ഷട്ടർ മാത്രം തുറന്നിട്ട് കിടണം. നമ്മുടെ കീൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ സിവിക്ക് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്നലെ വണ്ടി വരാണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, ക്രിസ്റ്റ, അത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ആ വണ്ടി. ഫോർച്യൂണർ ഇന്ന് ചിലപ്പോൾ ഡെലിവറി ഉണ്ടാവും, ഇന്ന് കൊണ്ടുപോയി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരും എത്തിയില്ല, ടൈമായില്ല. അവരിനി വരണമെങ്കിൽ ഓക്കെ, ഇതാണ് ക്രിസ്റ്റ കേട്ടോ. ഓക്കെ, അവരിനി വരണമെങ്കിൽ എന്തായാലും സമയമെടുക്കും. 8 മണിയായിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും എത്തിയിട്ടുണ്ട്. റനീസ് എഡിറ്റിങ്ങിലാണ്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കുറച്ച് വർക്ക് ഉണ്ട്. നമ്മളെ ഈ ഒരു വണ്ടിയിൽ ഈ ക്രിസ്റ്റിൽ നമുക്ക് കുറച്ച് വർക്ക്സ് ഉണ്ട്. കാരണം ആംബിയൻസ് ലൈറ്റ് ഉണ്ട്, കുറച്ച് ഇതിന് സീറ്റ് വർക്കിൽ വന്ന വണ്ടിയാണ്. പക്ഷെ അന്ന് നമുക്ക് പറ്റാത്തതുകൊണ്ട് പിന്നെ അവർ രണ്ടാമത് കുറച്ച് അപ്ഡേഷൻസ് വണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഫോർച്യൂണർ ഇന്ന് ഡെലിവറിയാണ്. അപ്പോൾ നാഫി ഫോർച്യൂണർ സെറ്റാക്കും. ഫോർച്യൂണറിൻ്റെ പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ടയർ പോളിഷും കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കിയ പോളിഷ് ചെയ്യണം. കിയ പോളിഷ് ചെയ്യാനുണ്ട്. ഈ വണ്ടിയും പോളിഷ് ഉണ്ട് കേട്ടോ, സെറാമിക് ഉണ്ട്. കിയ പോളിഷ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിയ ചെയ്യാം. അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും. നാഫി ഹെൽമെറ്റ് റൈഡ് പോയിക്കോ. അപ്പോൾ അടുത്തത് നമ്മൾ ഈ അംബാസഡറിനാണ് ടിൻറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അംബാസഡർ ഫ്രണ്ട് ഗ്ലാസ് ഒട്ടിക്കുന്നില്ല, സൈഡ് 4 ഗ്ലാസ് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ 4 ഗ്ലാസും അതോടൊപ്പം തന്നെ ഫ്രണ്ടിലൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്, നമ്മൾ ആ മിററിൻ്റെ അടുത്തുള്ള അത് ഒട്ടിക്കണം. വണ്ടി അടിപൊളി കളർ വൈറ്റ് തന്നെയാണ്, പക്ഷേ ഇതൊരു പേൾ വൈറ്റാണ്, നോർമൽ വൈറ്റ് അല്ല, ഒരു പേൾ വൈറ്റാണ്. നല്ല അടിപൊളി ഒരു കിഡിലൻ വണ്ടിയാണ് ഇട്ടത്. അപ്പോൾ അംബാസഡറിൻ്റെ ടിൻറ്റ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ലാസ്റ്റാണ് കേട്ടോ ഗ്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രിസ്റ്റം ഇങ്ങോട്ട് കയറ്റാൻ. ഓക്കെ, ഫോർച്യൂണർ ഇതാ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗില്ല് ജസ്റ്റ് ഒന്ന് സെറ്റാക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ അംബാസഡറിൻ്റെ ക്ലിയർ ആയിരുന്നു. കിടില വണ്ടിയാണ്, പക്ഷെ നല്ല ഇന്നോവ വണ്ടി വരുന്നതാണ്. ഒരു 500 ഉണ്ടെന്ന് കേട്ടോ. ഇതിൻ്റെ നമ്പർ 500 തന്നെയാണ്. ഏതൊരു വണ്ടിയാണെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു അംബാസഡറിനെ സംബന്ധിച്ച് ഇത് കൂളിംഗ് ചെയ്തപ്പോൾ തന്നെ വണ്ടിൻ്റെ ലുക്ക് മൊത്തം കൂടി മാറിയില്ല. കാരണം ആ കൂളിംഗ് വന്നതോടുകൂടി, ആ ടിൻറ്റ് വന്നതോടുകൂടി തന്നെ വണ്ടിൻ്റെ ലുക്കേ കംപ്ലീറ്റ് മാറി. കാരണം അത് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലും ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ അത്യാവശ്യം ഒരു ഭംഗിയായി അത് വണ്ടി കാണാനും. അതുകൊണ്ട് വണ്ടിയുടെ വീലും കാരണം വണ്ടി കുറച്ചൊരു കാലിൻ്റെ നമുക്ക് വേണ്ടോ കൂളിംഗ് വന്നപ്പോൾ വണ്ടി ലുക്ക് ഉണ്ടോ. വണ്ടി നല്ലൊരു ക്യൂട്ടാട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് ഇറക്കിയൊരു വണ്ടിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതാ നമ്മളെ ക്രിസ്റ്റ കൂളിംഗ് ചെയ്യാനുണ്ട്. ക്രിസ്റ്റ കുറച്ചധികം വർക്ക് ഉണ്ട് കേട്ടോ. കൂളിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ്, അതേപോലെ അങ്ങനെ കുറച്ച് വർക്ക് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ കൂളിംഗാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മതിയില്ല
ക്രിസ്റ്റ ഏകദേശം സബിൻ്റെ വയറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അണ്ടർ സബ് വെക്കുന്നത് കേട്ടോ. ഇന്നലെ കസ്റ്റമർ നമുക്കൊരു അണ്ടർ സബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പഴയ വണ്ടികളിലാണ്. അപ്പോൾ അത് വർക്കിംഗ് ആണെങ്കിൽ അത് വെക്കും, ഇല്ലെങ്കിൽ നമ്മൾ പുതിയത് വെക്കും കേട്ടോ. പിന്നെ നമുക്ക് കൂളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവരുതാണ് വണ്ടി കേട്ടോ. ഇവർ വന്നിട്ടുണ്ട്. ഇവർ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇവർക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് ഉറങ്ങിയായിരുന്നു. അവിടെ ഡോറ് വർക്കുണ്ട്. അപ്പോൾ നമ്മൾ പർപ്പിളാണിത് പുറത്തിട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒരു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വന്നിട്ട് അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ എങ്ങനെയാണ് വിളിക്കാന്നുള്ളത്. ഇതൊക്കെ അല്ലേ ഇതൊക്കെ അല്ലേ റെഡി വൈ ഓക്കെ പറയട്ടെ. റെഡി 1 2 3. എടുത്തോട്ടോ. അങ്ങനെ റൂഫാണ് പോകുന്നത്. നാപ്പിൽ വെച്ച് നാപ്പിൽ ഫോൺ എടുക്കണില്ല. റൂഫിലേക്ക് നാക്കി തരാം. ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മളൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. റൂഫും അതേപോലെ തന്നെ സീറ്റ്, അതേപോലെ തന്നെ ഡോട്ട് പാഡ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ട് നമ്പർ ബോർഡ് കാര്യങ്ങൾ ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. പിന്നെ ടയറിൽ കുറച്ച് കറുത് പോകില്ല കേട്ടോ. ഈ കറ കുറച്ച് പിടിച്ച ഒരു ഫംഗസ് പോലുള്ള കറയാണ്. ഓക്കെ, പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പോയി നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ അണപ്പേ. അപ്പോൾ ഭായിമാർ വണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു പോവാണ് കേട്ടോ. ഓക്കെ, വണ്ടി സെറ്റായിട്ടുണ്ട്. ഫ്രണ്ട് ഷോർട്ട്സ് എന്തായാലും കൊടുക്കാം നമ്മൾ. ഒരു ഹാപ്പിയാണ് 100%. ഒരു വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വേറെ വണ്ടികൾ. ഓക്കെ, വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നോവ ടച്ചിങ് ഉള്ളൂ. ടച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വണ്ടി കൊണ്ടുപോവുകയാണ്. ഇതിലൊരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫ്രണ്ട് നമ്പർ പെയിൻറ്റ് ചെയ്തു. അതേപോലെ നമ്മളൊരു ഫ്രണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ബാക്ക് ക്വാർട്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വാർട്ടറും ആ ഡോറും ഒന്നും കൂടി പോളിഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും കേട്ടോ. അതേപോലെ തന്നെ ഫോർച്യൂണിൻ്റെ ബമ്പറും ഇതും നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരു. ഓക്കെ, ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് 6:04 പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.